ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വന്നവൻ മോഷ്ടാവാണെങ്കിൽ വെറുതെ അങ്ങ് ഉപദ്രവിച്ചിട്ട് പോവോ? ആ വീട്ടിൽ കയറി എന്തെങ്കിലും ഒന്ന് എടുക്കില്ലേ? വിഷ്ണുട്ടാ, ഇതൊക്കെ കേട്ടിട്ട് എന്താ തോന്നുന്നേ? പറയുന്ന മുഴുവൻ നുണയാണെന്ന് ഞാൻ പറയൂ. അവിടെ സംഭവിച്ച മറ്റെന്തൊക്കെയാണ്? സുബേറിന്റെ ബന്ധുക്കൾ ഞങ്ങളാ ഫാർമസി പോയി ഈ മെഡിസിൻ ഒന്ന് വാങ്ങണം. ഞാൻ വാങ്ങിത്തരാം. വാങ്ങിട്ട് വരാം. ഞാനത് അല്പം താമസിച്ചല്ലേ, സോറി, കുറച്ച് തിരക്കായി പോയി. പിന്നെ മദ്യക്കുപ്പി മാത്രമല്ലേ വിഷയമായിട്ടുള്ളൂ? മറ്റൊന്നും എതിർഭാഗം ആരോപിക്കാൻ സാധ്യതയില്ലല്ലോ? ഇല്ല, മറ്റൊന്നും അവിടുന്ന് പോലീസ് കണ്ടെടുത്തിട്ടില്ലല്ലോ. ഉറപ്പല്ലേ? ഇല്ല, അതെനിക്ക് ഉറപ്പാ. അല്ല, ഇനി ഉണ്ടെന്ന് ആരോപിച്ചാലും അത് നമുക്ക് വേറെ വഴിയിലൂടെ ലോക്കാക്കാം. ബ്രഹ്മാവിനാണോ ആയുസിന് പഞ്ഞം, അല്ലേ അനു? സമയത്തിന്റെ കാര്യത്തില് വക്കീൽ ഇനിയെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണം. ഇപ്പൊ തന്നെ എത്ര നേരമായി ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യുന്നു. ഡോൺ വറി, ഈ കേസ് വിളിക്കുന്നതിനൊരു സമയമുണ്ട്. ആ സമയത്ത് നമ്മൾ അവിടെ ഉണ്ടാവുകയും ജാമ്യം വാങ്ങിച്ചെടുക്കുകയും ചെയ്യും. ചെയ്യണം, ഇല്ലെങ്കിൽ അറിയാലോ, കളക്ടർക്ക് ഇൻട്രസ്റ്റ് ഉള്ള കേസാ ഇത്. അതുകൊണ്ടല്ലേ എന്റെ തിരക്കുകൾക്കിടയിൽ ഞാനിത് ഏറ്റത്. പിന്നെ ആള് വെടിപ്പാണല്ലോ അല്ലേ? അനുവിന്റെ വിശ്വാസത്തിലാ ഞാനെല്ലാം ഏറ്റിരിക്കുന്നത്. വാറ്റെന്ന് കേൾക്കുമ്പോഴേ ജഡ്ജിയുടെ നെറ്റി ചുളിയും. രോഹിത്, ഇയാൾക്ക് ജാമ്യം തരാതിരിക്കുന്ന എങ്ങനെയാ? ഇതിനു മുൻപ് ഒരു പെറ്റി കേസ് പോലും ഈ പൈതലിന്റെ പേരിൽ ഉണ്ടായിട്ടില്ലല്ലോ. അത് തന്നെയാ നേട്ടമായതും. രോഹിത്, ഞാനെന്താ ഇതിനകത്ത് ആജീവനെന്ന കിടക്കുന്നു നീ വിചാരിച്ചോ? രോഹിത്, ഞങ്ങളെ ജാമ്യത്തിൽ ഇറക്കാൻ തന്നെയാ വന്നത്. ഇപ്പോഴോ? നിന്നെ വിശ്വസിച്ച് നിന്നിരുന്നെങ്കിൽ ഞാനിപ്പോ റിമാൻഡ് തടവുകാരനായിട്ട് ജയിലിൽ കിടന്നേനെ. രോഹിത്, ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം കിടന്നാ പിന്നെ ജയിൽ പുള്ളിയല്ലേ? രോഹിത്, ഞാൻ പറയുന്ന വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. നിന്റെ കുഞ്ഞേറ്റിൽ ഏർപ്പാടല്ലേ, അത് ഇങ്ങനെയൊക്കെ വരൂ. രോഹിത്, നീ എന്ത് കരുതി ഞങ്ങൾ ഇവനെ അങ്ങ് ഉപേക്ഷിക്കുമെന്നോ? അങ്ങനെ നിന്നെ പോലെ മനസാക്ഷി ഇല്ലാത്തവരല്ല ഞങ്ങൾ. ഒരുത്തന്റെയും വേദന കണ്ട് സന്തോഷിക്കാനും ഞങ്ങൾക്ക് കഴിയില്ല. കൂട്ടത്തിൽപ്പെട്ടവനൊരു ആപത്തിൽപ്പെട്ട കൈയും മെയ്യും മറന്ന് അവന്റെ രക്ഷയ്ക്ക് വേണ്ടി രാവും പകലും ഇല്ലാതെ ഓടുകയും ചെയ്യും. ഇന്നലെ രാത്രി ഓടിയ ഓട്ടം കൊണ്ടാ രോഹിത്തിന്റെ ജയിലിലേക്കുള്ള പോക്ക് തടയാനായത്. എനിക്കിപ്പോ മനസ്സിലായിടി എന്റെ കൂടെ ആരൊക്കെ ഉണ്ടെന്ന്. ആപത്തിൽ സഹായിക്കുന്നവരുടെ കൂടെ നമ്മൾ നിൽക്കേണ്ടത്, അല്ലാതെ ദ്രോഹിക്കുന്നവരുടെ കൂടെ അല്ല. പോകാം. രോഹിത്, രോഹിത്, എന്നാ പിന്നെ ഞാനങ്ങോട്ട്. വാപ്പച്ചിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ബാപ്പച്ചി ഇനി ഉടനെ എഴുന്നേറ്റ് നടക്കില്ലെന്നാ ഡോക്ടർ പറയുന്നത്. എനിക്ക് ബാപ്പച്ചി അല്ലാതെ
വേറെ ആരാ ഉള്ളത്? നൂറെ കരയില്ല. ഞാൻ ഇങ്ങനെ നൂറിനെ മനസ്സിലാക്കിയിരുന്നേ. എന്തിനു നേരിടാൻ കഴിയുന്ന തന്റെ ഇടമുള്ള കുട്ടിയിട്ടാ ഞാൻ നൂറിനെ കണ്ടിരുന്നേ. അങ്ങനെ തന്നെയാ വിഷ്ണുവേട്ടാ, ഞാൻ അങ്ങനെ തന്നെയാ. പക്ഷേ എന്റെ ഏക ആശ്രയം എന്റെ ബാപ്പച്ചിയായിരുന്നില്ലേ? എന്റെ ബാപ്പച്ചിക്ക് എന്തെങ്കിലും പറ്റിപ്പോയാ എനിക്ക് പിന്നെ ആരാ ഉള്ളത്? നൂറെ, അങ്ങനെയൊക്കെ ചിന്തിച്ച പിന്നെ ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? സുബേർക്കൊന്നും സംഭവിക്കില്ല. അങ്ങനെ ഒരു ചതി നിന്നെ പോലെ ഒരു പെൺകുട്ടിയോട് കാണിക്കാൻ ഒരു ദൈവത്തിനും പറ്റില്ല. നൂറെ, വിഷമിക്കാതിരിക്കേ. വിഷ്ണുവേട്ടൻ പറഞ്ഞായിരുന്നു കുളിമുറിയിൽ കാല് തന്നെ വീണതാ അല്ലേ? അതെ ചേച്ചി, കാല് തന്നെ വീണതാ കുളിക്കാൻ പോയപ്പോ. അപ്പോ ഭിത്തിയിൽ തലയിടിച്ചു. ഭിത്തിയിലോ? തറയിലല്ലേ? അതെ, തറയില ഇടിച്ചത്. അപ്പോ ഇതിനു മുമ്പ് സുബൈറിക്കാക്കിയ തലചുറ്റലോ തലകറക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അല്ല, അങ്ങനെയാണെങ്കിൽ അത് ഡോക്ടറെ അടുത്ത് പറയണം. അങ്ങനെയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. നൂറെ, എന്നോട് സത്യം പറ. ഇന്നലെ ഞാൻ അവിടെ വന്നത് മുതൽ എന്റെ മനസ്സിൽ തോന്നിയ കുറെ സംശയങ്ങളുണ്ട്. സുബൈർക്ക് കുളിമുറിയിലൊന്നും വീണതല്ല. ശക്തമായിട്ട് ആരോ തള്ളിയിട്ടതാണെന്ന് എനിക്ക് തോന്നുന്നത്. മുറിവ് നല്ല ആഴത്തിൽ തന്നെ ഉള്ളത്. പറ നൂറെ, എന്തോ ഉണ്ടായത്? അത് പിന്നെ വിഷ്ണുവേട്ടാ. നൂറെ, നീ ഞങ്ങൾക്ക് അഞ്ചത്തി തന്നെയാ മോളെ. അതുകൊണ്ട് എന്തുണ്ടെങ്കിലും നിനക്ക് ധൈര്യമായിട്ട് ഞങ്ങളോട് പറയാം. സുബാരിക്കാനെ ആരെങ്കിലും ഉപദ്രവിച്ചതാണോ? അത് പിന്നെ എന്തോ ശബ്ദം കേട്ട് പുറത്തിറങ്ങിയ ബാപ്പച്ചിയെ ആരാണെന്നറിയില്ല തള്ളി താഴെയിട്ടതാ. പോലീസിലെ അറിയിക്കണ്ടെന്ന് ബാപ്പച്ചി തന്നെയാ പറഞ്ഞത്. വിഷ്ണുട്ടാ, എന്തൊക്കെയായി നൂറ് പറയുന്നത്? പറയുന്നതിൽ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. സുബൈറിഖാനെ പോലത്തെ നല്ലൊരു മനുഷ്യനെ പുറത്തു നിന്ന് ആര് വന്ന് ഇങ്ങനെ ഉപദ്രവിക്കാനാ? വന്നവൻ മോഷ്ടാവാണെങ്കിൽ വെറുതെ അങ്ങ് ഉപദ്രവിച്ചിട്ട് പോവോ? ആ വീട്ടിൽ കയറി എന്തെങ്കിലും ഒന്ന് എടുക്കില്ലേ? വിഷ്ണുട്ടാ, ഇതൊക്കെ കേട്ടിട്ട് എന്താ തോന്നുന്നേ? പറയുന്ന മുഴുവൻ നുണയാണെന്ന് ഞാൻ പറയൂ. അവിടെ സംഭവിച്ച മറ്റെന്തൊക്കെയാണ്.